LDF സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സായാഹ്നത്തിലെ കുതന്ത്രമെന്ന് പ്രതിപക്ഷം. സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. ക്ഷേമ പെൻഷൻ 2500 രൂപയായി മുൻകാല പ്രാബല്യത്തിൽ നൽകട്ടെ എന്ന് സണ്ണി ജോസഫ്. ക്ഷേമ പെൻഷൻ വർധന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിൽ ഇടതുമുന്നണി. PM ശ്രീ പദ്ധതിയിൽ MA ബേബിയെ പ്രശംസിച്ചും ഉദ്യോഗസ്ഥരെ വിമർശിച്ചും CPI മുഖപത്രം. പ്രശ്നപരിഹാരമുണ്ടാക്കിയത് MA ബേബി എന്ന് K പ്രകാശ് ബാബു. ഭരണ നേതൃത്വങ്ങളുമായി ചർച്ച നടത്താതെ ഉദ്യോഗസ്ഥർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവെന്നും വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2 ടേം നിബന്ധന കർശനമാക്കാൻ CPM. തുടർച്ചയായി 2 തവണ ജയിച്ചവർക്ക് സീറ്റില്ല. നിർദ്ദേശം നൽകി സംസ്ഥാന സമിതി. ഇളവ് വേണ്ടിവന്നാൽ ഉപകമ്മിറ്റികളുടെ അനുമതി വാങ്ങണമെന്നും വ്യവസ്ഥ. ബുസാനിലെ ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകൽ. അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര കരാർ. പിഴത്തീരുവ അമേരിക്ക 10% കുറച്ചു. സോയാബീൻ ഇറക്കുമതിയിലും അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിലും ഇളവുമായി ചൈന. ഏപ്രിലിൽ ട്രംപ് ചൈനയിലേക്ക്. നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുന്നു. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മില്ലുടമകൾ. തുടർ ചർച്ച പിന്നീടെന്ന് മന്ത്രി GR അനിൽ. ഈ പേമാരിയും കാറ്റും എല്ലാം കൊണ്ട് ഇതേ രീതിയിൽ നശിച്ചു കിടക്കുക ഈ നെല്ല്. ഇത് സർക്കാരോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. പുനപ്രയിലെ നെൽ കർഷകരോട് സർക്കാരിന്റെ കൊടും ക്രൂരത. കൊയ്ത്ത് കഴിഞ്ഞ് 17 ദിവസമായിട്ടും നെല്ല് ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. വഴിനീളെ കിടക്കുന്നത് 250 ഏക്കർ പാടശേഖരത്തിലെ നെല്ല്. സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കും. 2ാമത്തെ കേസിൽ അറസ്റ്റുടൻ. അന്വേഷണ പുരോഗതി വിലയിരുത്തി പ്രത്യേക സംഘം. Suji ma'am switch on നിർവഹിച്ചുകൊണ്ട് പ്രണവ് is going to do the first clap for the തുടക്ക മൂവി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം ഞങ്ങൾ ഇതാ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. സിനിമയുടെ വിസ്മയ ലോകത്തേക്ക് മോഹൻലാലിന്റെ മകളും. വിസ്മയുടെ അരങ്ങേറ്റ ചിത്രത്തിന്റെ പൂജയിൽ ആഹ്ലാദം പങ്കുവെച്ച് ലാലും സുചിത്രയും. ആദ്യ ക്ലാപ്പ് അടിച്ചു പ്രണവ്. വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് റിപ്പോർട്ടർ TVക്കെതിരെ 100 കോടിയുടെ മാനനഷ്ട കേസ് നൽകി രാജീവ് ചന്ദ്രശേഖർ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി BJP സംസ്ഥാന അധ്യക്ഷന്റെ പേര് ദുരുപയോഗം ചെയ്തെന്ന ആരോപണം. ഏഷ്യാനെറ്റിനെ 150 കോടിയുടെ മാനനഷ്ട കേസ് കൊടുത്തെന്ന് റിപ്പോർട്ടർ TV. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സെമി. മത്സരം വൈകിട്ട് 3 മണിക്ക് മുംബൈയിൽ. ബാറ്റിംഗ് കരുത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. വാർത്തകളിലേക്ക് വിശദമായി. ക്ഷേമ പെൻഷൻ വർധനവടക്കം മുഖ്യമന്ത്രി നടത്തിയ ജനകീയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കുതന്ത്രമാണെന്ന വിമർശനവുമായി പ്രതിപക്ഷം. ക്ഷേമ പദ്ധതികൾ ഇതുപോലെ മുടങ്ങിയ മറ്റൊരു കാലമില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി. എന്നാൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇടതുമുന്നണിയുടെ സർജിക്കൽ സ്ട്രൈക്കായി മാറുകയാണ് ക്ഷേമ പ്രഖ്യാപനങ്ങൾ. 2000 രൂപ 1600 നിന്ന് ഒറ്റയടിക്ക് ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കുന്നു. മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നു. അതിലൂടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ല എന്ന് ഇടതുമുന്നണി പറയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് പ്രഖ്യാപനങ്ങൾ വന്നതെങ്കിൽ അങ്ങനെ വിമർശിക്കാമായിരുന്നു. പക്ഷേ എന്തിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ ഒരു പ്രഖ്യാപനം, ഇത്രയും പ്രഖ്യാപനത്തിന്റെ കാര്യമുണ്ടോ എന്ന ചോദ്യം ധനമന്ത്രി ചോദിക്കുമ്പോഴും വസ്തുത അതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയും തുടർന്ന് ധനമന്ത്രിയും ഒക്കെ നടത്തിയത്. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനം. അതിൻ്റെ വലിയൊരു നേട്ടം തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്ന് CPM-ഉം ഇടതുമുന്നണിയും തിരിച്ചറിയുന്നു. ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയത് വലിയ
തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് പ്രഖ്യാപനത്തിന് മാത്രം ഒതുക്കാനും ഇടതുമുന്നണിക്ക് കഴിയില്ല. ഇനിയും അസംതൃപ്തരായ വിഭാഗങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടക്കം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അവർക്ക് ഇപ്പോൾ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ മാത്രം പോരാ, അതിൽ അവർ ഇപ്പോഴും അസംതൃപ്തരാണ്. ആ പ്രശ്നങ്ങളും അധികം വൈകാതെ പരിഹരിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇത് തിരഞ്ഞെടുപ്പ് കുതന്ത്രം എന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ്, ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ്. ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. എന്നാൽ കടുത്ത ആക്രമണം നടത്താതെ 2000 മാത്രമല്ലേ കൊടുത്തുള്ളൂ. 2500 എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം. അതിലേക്ക് എത്താത്ത ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് സർക്കാർ എന്ത് കൊടുക്കുന്നതിനെയും തങ്ങൾ എതിർക്കില്ലെന്ന് പറയുന്നത്. നേരത്തെയൊക്കെ ഈ ക്ഷേമ പദ്ധതികളിലടക്കം ലൈഫ് അടക്കമുള്ള പദ്ധതികളിലടക്കം പ്രതിപക്ഷത്തിന്റെ എതിർ നിലപാടുകൾ തിരിച്ചടിയായിരുന്നു. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പൊ 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് സർക്കാർ. ഇന്നലെ മുഖ്യമന്ത്രിയും പിന്നീട് ധനമന്ത്രിയും ഒക്കെ ആ നിലപാടാണ് പറഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു മന്ത്രിമാരുമൊക്കെ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ജനോപകാരപ്രദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നി. കാരണം സാധാരണക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഏറ്റവും നല്ല ഒരു പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തിയത്. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ തുറന്നു പറയുന്നുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഇടതുമുന്നണിയുടെ ഒരു ബജറ്റ് എന്ന പോലെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെയെന്ന ചോദ്യം ബാക്കിയുണ്ട്. അതിനുള്ള കരുത്ത് ശേഷി സർക്കാരിനുണ്ട്, സർക്കാർ ഖജനാവിനുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2 ടേം നിബന്ധന കർശനമാക്കി CPM. തുടർച്ചയായി 2 തവണ വിജയിച്ചവർക്ക് ഇത്തവണ സീറ്റ് നൽകില്ല. ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കണമെങ്കിൽ സ്ഥാനമൊഴിയണമെന്നും കർശന നിർദ്ദേശമുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും മത്സരിക്കാൻ പാടില്ലെന്നും സംസ്ഥാന സമിതിയുടെ സർക്കുലറിൽ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചു വിജയിച്ച 2 ടേം നിബന്ധന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കർശനമാക്കുകയാണ് CPM. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അടങ്ങിയ സർക്കുലർ ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറി. ഈ സർക്കുലറിലാണ് 2 ടേം നിബന്ധന കർശനമാക്കാൻ CPM പറയുന്നത്. തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ജയിച്ച് ജനപ്രതിയായവർക്കാണ് മത്സരിക്കാൻ വിലക്കേർപ്പെടുത്തുന്നത്. മുൻകാലങ്ങളിൽ മത്സരിച്ചവർക്ക് ഇത് ബാധകമല്ല. ആർക്കെങ്കിലും പ്രത്യേക ഇളവ് നൽകേണ്ടതുണ്ടെങ്കിൽ അതിന് ഉപരി കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം. ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികൾക്ക് ഇളവ് നൽകേണ്ടത് സംസ്ഥാന സമിതിയാണ്. മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റികൾക്ക് തീരുമാനമെടുക്കാം. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ അവസരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നീക്കമെന്നാണ് CPMന്റെ വിശദീകരണം. ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ പരമാവധി മത്സരരംഗത്ത് മാറി നിൽക്കണം. മത്സരിക്കേണ്ടി വന്നാൽ ആ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പകരം സെക്രട്ടറിമാരെ കണ്ടെത്തണമെന്നും CPM നിർദ്ദേശിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ല. എന്നാൽ പ്യൂൺ, വാച്ച്മാൻ, കളക്ഷൻ ഏജന്റ് തസ്തികയിലുള്ളവർക്ക് ഇളവ് നൽകും. ഏതെങ്കിലും സഹകരണ ജീവനക്കാർ മത്സരിക്കേണ്ടത് അനിവാര്യമെന്ന് കണ്ടാൽ ലീവ് എടുക്കാനാണ് നിർദ്ദേശം. ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നവംബർ 5 മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങാനാണ് CPM നിർദ്ദേശം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ പ്രശംസിച്ചും ഉദ്യോഗസ്ഥരെ വിമർശിച്ചും CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. കേരളത്തിൽ ക്യാമ്പ് ചെയ്ത MA ബേബി CPI നേതൃത്വവുമായി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയതായി CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ആവശ്യമായ ചർച്ച നടത്താതെ ഉദ്യോഗസ്ഥർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവെന്നാണ് വിമർശനം. ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചെങ്കിലും ഈ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം എളുപ്പമാകില്ല. PMCയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ സമവായമുണ്ടായെങ്കിലും അതിന്റെ
ബാക്കി ചലനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ MA ബേബിയെ CPI ജനറൽ സെക്രട്ടറി നിസ്സഹായനെന്ന് പരിഹസിച്ച് രംഗത്ത് വന്നത് CPIയുടെ ദേശീയ സെക്രട്ടറി K പ്രകാശ് ബാബുവാണ്. ഇന്നലെ തന്നെ ഈ സമവായം ഉണ്ടായ ശേഷം MA ബേബിയെ ഫോണിൽ വിളിച്ച് പ്രകാശ് ബാബു നന്ദി പറഞ്ഞിരുന്നു. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ ജനയോഗത്തിലെ ലേഖനത്തിനും MA ബേബിയെ അഭിനന്ദിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തിട്ടുള്ളത്. MA ബേബി തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്ത നീക്കങ്ങളാണ് ഈ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയത്. എന്നാൽ സർക്കാർ തീരുമാനങ്ങൾ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ ലംഘിക്കാൻ ചില ഉദ്യോഗസ്ഥർ RSS അനുകൂലികളെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന ആരോപണത്തിലൂടെ ഇതിലൊരു അതൃപ്തി കൂടി സർക്കാർ നിലപാടുകളല്ല ഉദ്യോഗസ്ഥർ നടപ്പാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതൃപ്തി കൂടി പ്രകാശ് ബാബു പരസ്യമാക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും കടമ്പകൾ സർക്കാരിന് മുന്നിലുണ്ട്. കേന്ദ്രത്തെ ഇത് രേഖാമൂലം അറിയിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കരാറിൽ നിന്ന് പിന്മാറാൻ ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അതാണ് ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന്. കേന്ദ്രമാണ് 30 ദിവസത്തെ നോട്ടീസ് നൽകിയ ശേഷം കേന്ദ്രത്തിന് വേണമെങ്കിൽ തീരുമാനിക്കാം. സർക്കാരിന് മുന്നിൽ ഉള്ള മറ്റൊരു പോംവഴി എന്നുള്ളത് ഇത് ഭേദഗതികൾ, കരാറിൽ ഭേദഗതികൾക്ക് കേന്ദ്രത്തെ സമീപിക്കാം. അതും കേന്ദ്രത്തിന്റെ അനുമതിയും കേന്ദ്രത്തിന്റെ പിന്തുണയും വേണം. അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന വലിയൊരു നിയമ പോരാട്ടത്തിൻ്റെ കാര്യങ്ങൾ പോകും. സംസ്ഥാനം ഏതായാലും ഇനി നിലപാടിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സബ് കമ്മിറ്റിയും അവരുടെ പഠനവും ഒക്കെ ഒരു സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ മറ്റു തിരക്കുകളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടക്കം വരുമ്പോൾ ഈ വിഷയത്തിലേക്ക് കാര്യമായ ശ്രദ്ധയോ ചർച്ചയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കേന്ദ്രത്തിന്റെ നിലപാടുകൾ നിർണായകമായി തീരും. കേന്ദ്രം പൂർണ്ണമായും ഇതിൽ മരവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിന്നാൽ അതൊരു നിയമ പോരാട്ടത്തിലേക്കാകും വഴി തുറക്കുക. PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് സ്വാഗതാർഹം. കരാറിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കരുതുന്നതെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്തുകൾ, അത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയറാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. കാരണം 2022-23 1071 കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത്. അതെല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്. PM ശ്രീയിൽ CPM CPIയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞതെന്ന് NK പ്രേമചന്ദ്രൻ MP. കരാറിന്റെ നിയമസാധ്യതയും പ്രത്യാഘാതങ്ങളെയും പറ്റി പഠിക്കാൻ 7-അംഗ സമിതിയെ നിയോഗിച്ചത് അസാധാരണമെന്നും പ്രേമചന്ദ്രൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ഒരു തരത്തിലും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റുമായി സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കരാർ, അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല. അല്ലെങ്കിൽ ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു കരാറിന്റെ നിയമസാധുതയെ സംബന്ധിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും പഠിക്കാൻ ഒരു അവലോകന സമിതിയെ വെക്കുക, 7-അംഗ മന്ത്രിസഭാ യോഗത്തെ നിയോഗിക്കുക എന്ന് പറയുന്നത് തികച്ചും അസാധാരണമായിട്ടുള്ള നടപടിയാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന ഒത്തുതീർപ്പ് ധാരണ നടപ്പാകാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് CPIയുടെ മുഖം രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ച് അമേരിക്കയും ചൈനയും വ്യാപാര കരാറിലെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകൽ. ചൈനയ്ക്ക് മേൽ ചുമത്തിയ പിഴ തീരുവ 10% കുറച്ചു. അപൂർവ ഭൂമി ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യും. ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കും. ദീർഘനാളായി നിലനിന്ന US ചൈന വ്യാപാര തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ 100 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ഉരുകിയത് അമേരിക്കയുടെ 150% തീരുവ ഭീഷണി. ചൈനയ്ക്ക് US ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 57-ൽ നിന്ന് 47% കുറച്ചു. പകരമായി അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചൈനയും നീക്കും. ചൈന ഇറക്കുമതി നിർത്തിയതോടെ US-ൽ സോയാബീന്റെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം 21 ലക്ഷം മെട്രിക് ടൺ സോയാബീനാണ് അമേരിക്കയിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്തത്. വ്യാപാര തർക്കം രൂക്ഷമായതോടെ മേയിൽ ഇറക്കുമതി നിർത്തി. ബ്രസീൽ, അർജന്റീന എന്നിവിടങ്ങളിൽ നിന്ന്
ചൈന ഇറക്കുമതി കുത്തനെ കൂട്ടിയതും അമേരിക്കയെ പ്രതിസന്ധിയിലാക്കി. ട്രംപ് ഷീ ജിൻപിങ് ചർച്ചയിൽ ഇറക്കുമതി തുടരാൻ ചൈന സമ്മതമറിയിച്ചത് യുഎസിന് വലിയ ആശ്വാസമാണ്. കാർ മുതൽ വിമാനം വരെയുള്ളവയുടെ നിർമ്മാണത്തിനും പ്രതിരോധ മേഖലയിലും ഒഴിവാക്കാനാകാത്ത അപൂർവ ഭൂമിധാതുക്കൾക്ക് അമേരിക്ക ആശ്രയിക്കുന്നത് ചൈനയെയാണ്. യുഎസിന്റെ താരിഫ് ഭീഷണിക്ക് പിന്നാലെ ഈ മേഖലയിൽ ചൈന ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഈ മേഖലയിലെ ഇളവുകൾ സംബന്ധിച്ച് ചൈന ഉറപ്പ് നൽകിയതും അമേരിക്കയ്ക്ക് സഹായകമാകും. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ വഴി യുഎസിലേക്ക് ഫെന്റനിൽ കടത്ത് തടയാൻ ചൈന വേണ്ടത്ര നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച ചൈനയ്ക്ക് മേൽ യുഎസ് നേരത്തെ 20% പിഴത്തീരുവ ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയിലേക്കുള്ള ഫെന്റനിൽ അനധികൃത കടത്ത് തടയാൻ ചൈന ഇടപെടുമെന്നാണ് കൂടിക്കാഴ്ചയിൽ ഷീ ജിൻപിങ് നൽകിയ ഉറപ്പ്. ഏപ്രിലിൽ ട്രംപ് ചൈനയിലെത്തും. പിന്നാലെ യുഎസിലേക്ക് ഷീ ജിൻപിങ്ങും. ലോകത്തിലെ 2 വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിൽ വ്യാപാര മേഖലയിലുണ്ടാക്കിയ പുതിയ ധാരണ ആഗോള സാമ്പത്തിക മേഖലയിലും ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണവ പരീക്ഷണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത് അമേരിക്കയ്ക്കാണ്. റഷ്യയും ചൈനയും 5 വർഷത്തിനകം യുഎസിനൊപ്പം എത്തുമെന്നും ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. 1992 അന്നത്തെ US പ്രസിഡന്റ് ജോർജ് ബുഷ് നിർത്തിവെച്ച ആണവ പരീക്ഷണങ്ങൾ 33 വർഷങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് പുനരാരംഭിക്കുന്നു. ആണവ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കാൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ആണവശക്തിയിൽ യുഎസിന് പിന്നിലുള്ള റഷ്യയും ചൈനയും ആണവശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവരാജ്യം. തന്റെ ആദ്യ ഭരണകാലത്ത് അന്നുണ്ടായിരുന്ന അണുവായുധങ്ങളെല്ലാം നവീകരിച്ച് ആണവശക്തി ഉറപ്പാക്കിയിരുന്നു. എന്നാൽ 2ഉം 3ഉം സ്ഥാനത്തുള്ള റഷ്യയും ചൈനയും 5 വർഷത്തിനകം തങ്ങൾക്കൊപ്പമെത്തുമെന്ന സാഹചര്യമാണ്. അക്കാരണത്താൽ തനിക്ക് താൽപ്പര്യമില്ലെങ്കിലും കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നുവെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പോയ വാരം റഷ്യ 2 അണുവായുധങ്ങൾ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ആണവശേഷിയുള്ള ബ്യൂറെ വേസ്റ്റ്നിക് ക്രൂയിസ് മിസൈൽ, ആണവശേഷിയുള്ള ആളില്ലാ മുങ്ങിക്കപ്പലായ പൊസൈഡോൺ 2M39 എന്നിവയാണ് റഷ്യ പുതിയതായി വികസിപ്പിച്ച ആയുധങ്ങൾ. ഏത് രാജ്യത്തിന്റെയും അതിർത്തി ഭേദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസ്താവിക്കുകയും ചെയ്തു. യുക്രൈനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ ഉപരോധങ്ങളെ വകവയ്ക്കാതെയാണ് പുടിൻ അടുത്ത നീക്കങ്ങൾ നടത്തുന്നത്. ഇതുകൂടാതെ റഷ്യയും ചൈനയും ഒറ്റക്കെട്ടായി നീങ്ങുന്നതും അമേരിക്കയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് മറ്റൊരു പോർമുഖം കൂടി തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും തുടർ നടപടികൾ. സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട 2ാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. ADGP H. വെങ്കടേഷിന്റെ സാന്നിധ്യത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘത്തിന്റെ തലവൻ ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നതിന് ശേഷമാണ് തുടർ നീക്കങ്ങളിലേക്ക് SIT കടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം റാന്നിയിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് സന്നിധാനത്തേക്ക് ഒരുപക്ഷെ തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കഴിഞ്ഞ ദിവസം ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണം നടക്കുകയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിലൂടെ ദേവസ്വം ഉദ്യോഗസ്ഥർ ഏത് തരത്തിലാണ് തങ്ങളെ ഇതിനെ സഹായിച്ചത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. എന്തായാലും 4 ദിവസത്തേക്കായിരുന്നു മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടത്. 2 ആഴ്ചത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടയിലാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവാദ സ്പോൺസർക്കും അപ്പുറത്തേക്ക് ഏതെങ്കിലും
രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം നീളുമോ എന്ന കാര്യത്തിലാണ് ആഴ്ചകളായി അഭ്യൂഹം തുടരുന്നത്. 2019 ഭരണസമിതിയെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തുടർ നീക്കങ്ങളൊന്നും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരുപക്ഷെ 6 ആഴ്ചത്തെ അന്വേഷണ കാലത്തിന്റെ അവസാന ആഴ്ചകളിലായിരിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ള 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് അന്വേഷണം എത്തിക്കുകയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അടുത്തതായി കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയും അതോടൊപ്പം തുടർന്ന് ഏത് തരത്തിലായിരിക്കും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ പരാമർശിക്കുമെന്നാണ് വിവരം. കണ്ണൂരിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന് നേരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. കണ്ണൂർ അലവിൽ വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ശബരിമല സ്വർണ്ണക്കൊളയിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതിഥി നമ്പൂതിരി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും രണ്ടാനമ്മ റംല ബീവിയെയുമാണ് ശിക്ഷിച്ചത്. ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 7 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച ഹർജിയിൽ വിധി വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക്, അതായത് അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനത്തിനും ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ. മാത്രമല്ല സർക്കാർ ഈ കോടതിയിൽ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ട കേസിലാണ് സർക്കാർ വീണ്ടും കോടതിയിൽ അപ്പീൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് കൊലപാതക കുറ്റം ചുമത്തി തന്നെ ആയിരിക്കണം ഈ പാരന്റ്സിനെതിരെ നടപടിയെടുക്കേണ്ടതെന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അതായത് കോഴിക്കോട് കോടതിയുടെ വിധി അനുസരിച്ചിട്ട് കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുട്ടിയെ ശിക്ഷിച്ചത് എന്നുള്ള കണ്ടെത്തലായിരുന്നു. പക്ഷേ അതേസമയം 16 മുറിവുകളാണ് അതിഥിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി പരിഗണിച്ചിട്ടുണ്ട്. സർക്കാർ കോടതിയിൽ വധശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജീവപര്യന്തം ലഭിച്ചതിലും വിധിയിൽ സന്തോഷമുണ്ട് എന്നാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്തു. സർക്കാർ മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു. കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് രണ്ടുപേർക്കും. 2013 അതിഥി കൊല്ലപ്പെടുന്നത്. രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനം കാരണമാണ്, ക്രൂരമായ പീഡനം കാരണമാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തൽ. അങ്ങനെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ, അതായത് അതിഥിയെയും അതിഥിയുടെ അനിയൻ 10 വയസ്സുകാരനെയും പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയലത്തുകാരും അതുപോലെ ശിശുക്ഷേമ സമിതിയുടെ ആളുകളും അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി പട്ടി അഴിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിലേറ്റ ക്രൂരമായ മർദ്ദനമാണ്, മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നത്. അതേസമയം വിചാരണ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷകർത്താക്കളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിലാണ് വീണ്ടും സർക്കാർ അപ്പീൽ പോവുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതായത് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ വീണ്ടും ഹർജി പരിഗണിക്കുകയും ഇപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ജീവപര്യന്തം വിധിക്കുകയും ചെയ്ത സാഹചര്യത്തിലെത്തിയത്. കൊല്ലം ചടയമംഗലത്ത് ആഭിചാരക്രിയയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് മീൻകറി ഒഴിച്ചു പൊള്ളിച്ചു. ചടയമംഗലം വയക്കൽ സ്വദേശി റജീല ഗഫൂറിന്റെ മുഖത്താണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. റജീല ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ആയൂർ വഞ്ചിപ്പെട്ടി സ്വദേശിനികളായ റജീല, ഷജീർ ഇരുവരും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചത്. കുടുംബവിരോധത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. റജീലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ അടുക്കളയിൽ തിളച്ചുകൊണ്ടിരുന്ന ഈ മീൻകറി എടുത്ത് റജീലയുടെ മുഖത്ത് ഒഴിക്കുകയായിരുന്നു. ഗുരുതരമായിട്ടുള്ള പൊള്ളലാണ് റജീലയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റജീല അഞ്ചലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്
ചടയമംഗലം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റജീലയുടെ ഭർത്താവായ ഷജീറിനെതിരെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഷജീറിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് റജീല പോലീസിന് നൽകിയിരിക്കുന്ന ചില മൊഴികൾ നിർണായകമാണ്. ഇതിൽ ചില ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. റജീല പറയുന്നത് തൻ്റെ ശരീരത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ട് എന്ന് ഭർത്താവ് സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രവാദിനിയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രവാദിനിയെ സമീപിച്ച ഈ ഷജീർ തകിടും ഭസ്മവും ചേർന്ന് തൻ്റെ ശരീരത്തിൽ കെട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് താൻ കെട്ടാനൊന്നും തയ്യാറായില്ല. താൻ മതപഠനം നടത്തിയ ആളാണ്, താൻ ഖുർആൻ വിശ്വസിക്കുന്ന ആളാണ്, ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ താൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ഷജീർ ആണ് ഇത്തരത്തിലുള്ള അക്രമം നയിച്ചത്. ഈ മീൻകറി എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നാണ് റജീല പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷജീറിനായിട്ടുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. ഗുരുതരമായിട്ട് പൊള്ളലേറ്റ റജീല ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന സാഹചര്യമാണ് ഉള്ളത്. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. ഇന്നലെ രാത്രിയിലാണ് മദ്യലഹരിയായിരുന്ന മകൻ അമ്മ വിജയകുമാരിയെ കറിക്കെത്തി ഉപയോഗിച്ച് ആക്രമിച്ചു കൊന്നത്. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 11:45 സംഭവം. ഭാര്യയുമായി അകന്ന് കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് അജയ്കുമാർ താമസിച്ചിരുന്നത്. സൈനിക കോട്ടയിൽ ലഭിച്ച മദ്യം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട അജയ്കുമാർ രാത്രി വീണ്ടും മദ്യക്കുപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടഞ്ഞു. വാക്കുതർക്കം രൂക്ഷമായതോടെ അജയ്കുമാർ കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി. വിജയകുമാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പിന്നാലെ ഓടിയ അജയ്കുമാർ വിജയകുമാരിയെ കിണറിന് സമീപത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലും 2 കൈഞ്ഞരമ്പുകളും 2 കാലുകളിലെ ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെ മദ്യക്കുപ്പികൾ എറിയാനും ശ്രമിച്ചെന്നും സമീപവാസികൾ പറഞ്ഞു. തുടർന്ന് നേമം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇയാള് അങ്ങ് നടക്കുകയായിരുന്നു ആദ്യം. എന്നിട്ട് ഈ മദ്യം ഇത് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേക ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രത്യേക പോലീസ് വന്നു. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാർ ഇതിനു മുൻപും മദ്യപിച്ച് അമ്മയുമായി വഴക്കിട്ടിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഇയാളെ 5 തവണ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. മരിച്ച വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥയായിരുന്നു. വിജയകുമാരിയുടെ ഭർത്താവ് മോഹൻകുമാർ നേരത്തെ മരിച്ചു. കൊലപാതകത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. റാപ്പർ വേടന് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി ഹൈക്കോടതി. വേടന് വിദേശയാത്രയ്ക്ക് കോടതി അനുമതി നൽകി. കേരളം വിടരുതെന്ന വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയും റദ്ദാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം. രാജ്യം വിടുന്നുവെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ചെന്ന കേസിലെ മുൻകൂർ ജാമ്യ വ്യവസ്ഥയാണ് റദ്ദാക്കിയത്. ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളിലേക്ക് പോകാനാണ് വേടൻ അനുമതി നേടിയത്. വ്യാജ വാർത്ത നൽകിയെന്ന് ആരോപിച്ച് റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടിയുടെ മാനനഷ്ട കേസ് നൽകി BJP സംസ്ഥാന അധ്യക്ഷനും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖർ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി BJP സംസ്ഥാന അധ്യക്ഷന്റെ പേര് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപന മുഖേന 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകിയത്. 7 ദിവസത്തിനുള്ളിൽ വ്യാജവാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട്. ഏഷ്യാനെറ്റിനെതിരെ 150 കോടിയുടെ മാനനഷ്ട കേസ് നൽകിയെന്ന് റിപ്പോർട്ടർ ടിവിയും അവകാശപ്പെട്ടു. റിപ്പോർട്ടർ ടിവി ഉടമ ആൻഡ്രോ അഗസ്റ്റിൻ അടക്കമുള്ളവർക്കെതിരെ ഏഷ്യാനെറ്റ് വ്യാജവാർത്ത നൽകിയെന്ന് ആരോപിച്ച് 150 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തതെന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ അവകാശവാദം. കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ സംഭവിച്ചത് ഗുരുതരമായ തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എങ്ങനെയാണ് GCDA ഒരു കരാറുമില്ലാതെ 70 കോടി രൂപയുടെ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്? സ്പോൺസറല്ല, സർക്കാരാണ് മറുപടി നൽകേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എങ്ങനെയാണ് GCDAയും ഗവൺമെന്റും ഒരു കരാറില്ലാതെ 70 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത്? ആർക്കാണ് അത് വിട്ടുകൊടുത്തിരിക്കുന്നത്? ആരുമായിട്ടാണ് എഗ്രിമെന്റ്? ഒരു രേഖയില്ലാതെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. K. കരുണാകരൻ കൊണ്ടുവന്നതാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം, അല്ലേ? ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം K. കരുണാകരൻ കൊണ്ടുവന്ന UDF കാലത്ത് ആ സ്റ്റേഡിയത്തിലെ ഒരു വർക്ക് ഒരു എഗ്രിമെന്റും ഇല്ലാതെ എങ്ങനെ വിട്ടുകൊടുത്തു? ആർക്ക് വിട്ടുകൊടുത്തു? അതിന്റെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് പറയണം.
കായിക മന്ത്രാലയം പറയണം, GCDA പറയണം. ജനങ്ങളുടെ സ്വത്താണ്, ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഇവരാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ ഒരു ഗ്രൗണ്ട് പണിതോന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക, എഗ്രിമെന്റും വേണ്ട. ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ആ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ ഒരു എഗ്രിമെന്റും ഇല്ലാതെ വന്ന് എങ്ങനെ ചെയ്യുന്നത്? ഞാനത് ചെയ്യുന്നവരെ അല്ല ചോദ്യം ചെയ്യുന്നത്, സർക്കാരാണ്. സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്? നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുന്നു. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മില്ലുടമകൾ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഇക്കാര്യം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുടർ ചർച്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. വലിയ പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. 2023-ലും 2024-ലും നെല്ല് സംഭരണത്തിൽ ഇതേ പ്രതിസന്ധി സംഘടന ഉണ്ടാക്കിയപ്പോൾ അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ, ഗവൺമെന്റിന്റെ ഭാഗം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ മില്ലുടമകൾ സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ അവരുമായി വീണ്ടും ചർച്ചയും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർഷകരുടെ പ്രയാസം അകറ്റുകയാണ് ഗവൺമെന്റിന്റെ മുഖ്യമായ ലക്ഷ്യം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. മീറ്റിംഗ് ഒന്നും തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് 11 മണിയോടുകൂടിയാണെന്നാണ് അവർ വിളിച്ചത്. ആ സമയത്ത് വിളിച്ചത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾ എന്താണെന്ന് ആലോചിക്കും. ആലപ്പുഴ പുന്നപ്രയിൽ കൊയ്ത നെല്ല് 17 ദിവസമായിട്ടും ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. 250 ഏക്കർ പാടശേഖരത്തിലെ നെല്ലാണ് ആർക്കും വേണ്ടാതെ വഴിനീളെ കിടക്കുന്നത്. കാലാവസ്ഥ മോശമായതോടെ കിളിർത്തു തുടങ്ങിയ നെല്ലുമായി കണ്ണീരൊഴുക്കുകയാണ് കർഷകർ. ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ഏക മില്ലാകട്ടെ 1 ക്വിന്റൽ നെല്ലിന് കിഴിവായി ചോദിക്കുന്നത് 14 കിലോയും. ഇതോടെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് പാവപ്പെട്ട കർഷകർ. കാറും കോളും നിറഞ്ഞ് ആകാശം പെയ്തിറങ്ങുമ്പോൾ കുട്ടനാടിന്റെ പാടശേഖരങ്ങളിൽ കണ്ണീരുപ്പ് പടരുകയാണ്. 100 മേനി വിളയിച്ചിട്ടും വഞ്ചിതരാക്കപ്പെടുന്ന മനുഷ്യരുടെ നേർചിത്രമാണ് ഈ പാതയോരങ്ങളിലെങ്ങും. ഈ കാണുന്നത് 250 ഏക്കർ വരുന്ന പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പൂന്തുരം പാടശേഖരമാണ്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല ഒന്നാന്തരം വിളവായിരുന്നു കർഷകന് ലഭിച്ചത്. തുലാവർഷം ശക്തി പ്രാപിക്കും മുന്നേ കൊയ്തു കയറ്റി. പക്ഷേ 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴും മഴയോട് പൊരുതി പാടശേഖരത്തിനരികിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ നെല്ല് ഏറ്റെടുക്കാതെ കിടക്കുകയാണ്. നെല്ല് സംഭരണം ഏറെക്കുറെ അവതാളത്തിലായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏക്കറുകളോളം പാടശേഖരത്ത് നെല്ല് സംഭരിക്കാതെ വഴിയരികിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ കിഴിവാണ് സ്വകാര്യ മില്ലുകൾ കർഷകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നിങ്ങളുടെ പാടശേഖരം ഏതാണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം? നമ്മുടെ പൂന്തുരം പാടശേഖരമാണ്. 213 ഏക്കറാണ്. ഇതിൽ 3/4 ഭാഗവും കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഈ കൊയ്ത്ത് കിടക്കുന്ന നെല്ല് സർക്കാരിൻ്റെ സംവിധാനത്തിൽ പാടി മാർക്കറ്റിംഗ് ഓഫീസർ അവർ ഒരു മില്ലുടമയെ, നമുക്ക് ഒരു മില്ലേ ഉള്ളൂ. ആ മില്ലിന് മാണിക്കത്ത് എന്ന് പറയുന്ന കാലടിയിലുള്ള മില്ലാണ് നെല്ലെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരിവിടെ വരികയും നെല്ല് കൈ വാരി നോക്കി അങ്ങനെ പോയി 14 കിലോ കിഴിവ് വേണമെന്ന് പറഞ്ഞു. ആ കിഴിവ് കർഷകർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. നെല്ല് സംഭരിക്കാൻ ആകെ എത്തിയത് ഒരു സ്വകാര്യ മില്ല് മാത്രം. ഈർപ്പം പോലും പരിശോധിക്കാതെ 1 ക്വിന്റൽ നെല്ലിന് 14 കിലോ നെല്ല് കർഷകരോട് അവർ സൗജന്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കടുത്ത ചൂഷണമാണെന്ന് മനസ്സിലായതോടെ പാടി ഓഫീസർമാരെ കർഷകർ വിവരമറിയിച്ചു. ഏറ്റെടുക്കാൻ ആളില്ലെന്നും വന്നവർക്ക് കൊടുക്കാൻ പറയുകയുമായിരുന്നു ഉദ്യോഗസ്ഥർ. മികച്ച ഗുണനിലവാരമുള്ള ഈ നെല്ലിന് കിൻഡലിന് 14 കിലോ നിരക്കിൽ സൗജന്യമായി മില്ലുകാർ ആവശ്യപ്പെടുന്നത് തീവട്ടിക്കൊള്ളയാണെന്ന് കർഷകർ പറയുന്നു. നെല്ല് സൗജന്യമായി നൽകണമെന്ന് മാത്രമല്ല, സൗജന്യമായി കൈപ്പറ്റുന്ന നെല്ലിന്റെ ചുമട്ടുകൂലി അടക്കം നഷ്ടം സഹിക്കുന്ന കർഷകരിൽ നിന്ന് അവർ ഈടാക്കുന്നു. ഇത് സംഭരിക്കാനുള്ള യാതൊരു മാർഗവും കൃഷിക്കാർക്കില്ല. കൃഷിക്കാർ അല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ നെല്ല് മില്ലുകാർ വന്ന് ഇത് ചോദിച്ചാൽ തന്നെ അവർക്ക് 15 ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ചുമ്മാ 15 കിലോ അല്ലെങ്കിൽ ഇത്ര കിലോ കിഴിവ് കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്ത് കിഴിവാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ന്യായം അനുസരിച്ച്, നീതി അനുസരിച്ചും നമ്മൾ ഈ നെല്ലുണ്ടാക്കിയാൽ ആ നെല്ലിന് മോയിസറാണ് പറയുന്നത്. ആ മോയിസർ അനുസരിച്ചുള്ള നമുക്ക് എന്ത് കൊടുക്കാം? അല്ലാതെ നെല്ലിൽ ഒരു കുഴപ്പമില്ല. നെല്ല് മോശമുള്ള നെല്ല, പതിനുള്ള നെല്ല, ഏറ്റവും നല്ല നെല്ലുമാണ്. അപ്പോൾ അതിനെന്ത് നമ്മൾക്ക് എന്ത് കിഴിവാക്കി കൊടുക്കുന്നത്? മഴക്കാലമാണെങ്കിൽ സമ്മർദ്ദതന്ത്രം ഏറും. നെല്ലറയാണെങ്കിലും നെല്ല് സംരക്ഷിക്കാൻ പേരിന് ഒരു സംഭരണ കേന്ദ്രം പോലും കുട്ടനാട്ടിലില്ല.
റോഡരികിൽ സൂക്ഷിക്കുന്ന നെല്ല് മുളപ്പെട്ടാറാകുന്നതോടെ ഹൃദയം തകർന്ന കർഷകർ പെട്ട വിലയ്ക്ക് മില്ലുകാർക്ക് നൽകാൻ നിർബന്ധിതരാകുന്നു. ഇത് കർഷകരും കർഷക തൊഴിലാളികളും കൂടി 3 മാസം കൊണ്ട് വിളയിപ്പിച്ചെടുത്ത നെല്ലാണ്. ഈ നെല്ല് 16-17 ദിവസമായി ഇത് കൊയ്ത് കരയ്ക്ക് വന്നിട്ട്. ഇത് വരുമ്പോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ നെല്ലിന്റെ അവസ്ഥ ഒരു കുഴപ്പമില്ലാത്ത നല്ല നെല്ലായിരുന്നു. ഇപ്പൊ ഈ 17 ദിവസമായിട്ട് ഇപ്പോഴും കൊയ്ത്ത് തീർന്നിട്ടില്ല. ഇവിടെ വരുന്ന ഈ പേമാരിയും ഈ കാറ്റും എല്ലാം കൊണ്ട് ഇതേ രീതിയിൽ നശിച്ചു കിടക്കുക ഈ നെല്ല്. ഇത് സർക്കാരോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. ഇത് ആര് സഹിക്കും? ഇത് ഈ കർഷകരുടെ നാളത്തെ നിങ്ങളുടെ അധ്വാനമാണിത്. ഇത് 3-3.5 മാസത്തെ കഷ്ടപ്പാടായത് ഈ കിളുത്ത് നശിച്ചു കിടക്കുന്നു. വിത്ത് വിതയ്ക്കുന്നത് മുതൽ എന്ന് കൊയ്ത്തു നടക്കും എന്നുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചാണ് ഓരോ പാടശേഖരങ്ങളും കൃഷിക്കിറങ്ങുന്നത്. മാസങ്ങൾ നീണ്ട സാവകാശം നെല്ല് സംഭരിക്കാനുള്ള തയ്യാറെടുപ്പിന് സർക്കാരിന് കിട്ടുമെന്നിരിക്കെ കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിൽ കർഷകർക്ക് മേൽ ചുമത്തുന്ന ഈ സമ്മർദ്ദം സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാൻ വേണ്ടി മാത്രമെന്നേ വിശ്വസിക്കാനാകൂ. കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇവിടെ ഇങ്ങനെ നശിച്ചു കിടക്കുന്നത്. തളർത്തുപോയ ഓരോ നെൽമണിക്കും ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാരാണ്. കണ്ണീരുപ്പ് കലർന്ന പാതയോരങ്ങളാണ് പുന്നപ്രയിലും പരിസര പ്രദേശങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തുടർച്ചയായ 48 വർഷങ്ങളായി ഇടതുമുന്നണി അധികാരത്തിലിരിക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട്. CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ അട്ടിമറിയാണ് ഇത്തവണ UDF ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ഒരുപാട് തവണ മാറിവീശിയെങ്കിലും കോഴിക്കോട്ടെ ഇടതുകോട്ടയ്ക്ക് കുലുക്കമുണ്ടായിട്ടില്ല. 4 പതിറ്റാണ്ടായി തുടരുന്ന ഭരണ തുടർച്ച ഇത്തവണയും നിലനിർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കോഴിക്കോട് നോർത്ത്, സൗത്ത്, എലത്തൂർ, ബേപ്പൂർ എന്നിങ്ങനെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ. വാർഡ് വിഭജനത്തോടെ ഡിവിഷനുകളുടെ എണ്ണം 75-ൽ നിന്നും 76 ഉയർന്നു. 2020 തെരഞ്ഞെടുപ്പിൽ 50 സീറ്റുകളുമായാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തിയത്. CPM ഒറ്റയ്ക്ക് നേടിയത് 46 സീറ്റുകൾ. CPI, NCP, ജനതാദൾ, കോൺഗ്രസ് എന്നിവയ്ക്ക് ഓരോ സീറ്റുകളുമുണ്ട്. ഇത്തവണയും വിജയത്തിൽ കുറഞ്ഞൊന്നും CPM ലക്ഷ്യം വയ്ക്കുന്നില്ല. പാളയം പുതിയ മാർക്കറ്റ്, ബീച്ച് മോടി പിടിപ്പിക്കൽ, മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങൾ എന്നിവയടക്കമുള്ള വികസന പദ്ധതികൾ LDF ഉയർത്തിക്കാട്ടുന്നു. യുനെസ്കോ സാഹിത്യ നഗരം പദവി, വയോജന സൗഹൃദ നഗരം, സുരക്ഷിത നഗരം തുടങ്ങിയ ബഹുമതികളും വോട്ട് നേടിത്തരുമെന്ന് മുന്നണി കണക്കുകൂട്ടുന്നു. സംസ്ഥാന സർക്കാർ നമുക്ക് തരുന്ന നവകേരളം എന്ന ഒരു ലക്ഷ്യത്തെ അതിൻ്റെ പ്രാപ്തിയിലെത്തിക്കാൻ കഴിയുന്നത്ര പരമാവധി ശ്രമിക്കുക. മുക്കും മൂലയും നമ്മുടെ വികസനം എത്തണമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുള്ളത്. ഞങ്ങളെല്ലാവരും അത് അക്ഷരം പ്രതി പാലിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഇന്നോരോ മറ്റൊരാളൊന്നുമില്ല. എവിടെ ഏറ്റവും ആവശ്യമുണ്ടോ, എവിടെ ഏറ്റവും വിഷമമുണ്ടോ അവിടെ ഏത് തരത്തിലുള്ള സഹായത്തിനും കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിലെ വാർഡുകളിൽ വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മികവ് ആവർത്തിക്കാനാവുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ തലവേദന. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ സ്ഥലങ്ങളിൽ വിജയം നേടാനാവുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. 2020-ലും 2015-ലും 18 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാനായത്. 2010-ൽ നിലവിലുണ്ടായിരുന്ന 55-ൽ 34 സീറ്റുകൾ നേടാനായെങ്കിലും ബേപ്പൂരും എലത്തൂരും കൂട്ടിച്ചേർത്തോടെ LDF ഭരണം നിലനിർത്തി. കഴിഞ്ഞ തവണ 10ഓളം വിമതന്മാർ മത്സരരംഗത്തിറങ്ങിയത് കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടിയിൽ വിമത ശബ്ദമുയർത്തിയ നേതാക്കളെ പുറത്താക്കിയിരുന്നു. ചേവായൂർ ബാങ്കിന്റെ പരിധിയിലുള്ള മേഖലകളിൽ 11-ൽ 1 കൗൺസിലർ മാത്രമാണ് UDFനുണ്ടായത്. ഇത്തവണ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താനാവുമെന്നാണ് പ്രതീക്ഷ. അഴിമതിയും വികസന മുരടിപ്പും വിഷയമാക്കി മാസങ്ങളായി ഭരണസമിതിക്കെതിരെ UDF പ്രക്ഷോഭത്തിലുമാണ്. നിയമപരമായും രാഷ്ട്രീയപരമായും സംഘടനാ തലത്തിലും മുന്നണി തലത്തിലുമൊക്കെ അതിശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഏറ്റവും നല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ജനങ്ങൾ ബന്ധമുള്ള സ്ഥാനാർത്ഥികളെ അഴിമതി ഒരിക്കലും കാണിക്കില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരു ടീമിനെ രംഗത്തിറക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ 50 വർഷത്തെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയും എന്ന് തന്നെയാണ് ഇടത് ഭരണത്തിന്റെ അവസാനം കുറിക്കാനുള്ള അന്തിമ പോരാട്ടവുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2015-ലും 2020-ലും 7 കൗൺസിലർമാരാണ് BJPക്കുണ്ടായത്. 2015-ൽ 7 പാർട്ടി 2ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2020-ൽ 22 ഡിവിഷനുകളിൽ 2ാം സ്ഥാനത്തെത്തി. ഇവിടങ്ങളിൽ മുന്നിലെത്തിയാൽ കോർപ്പറേഷനിലെ നിർണായക ശക്തിയായി മാറാനാവുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP ഇത്തവണത്തെ കോർപ്പറേഷൻ ഇലക്ഷനെ നോക്കിക്കാണുന്നത്.
കഴിഞ്ഞ തവണ 22ഓളം സ്ഥലങ്ങളിൽ BJPക്ക് 2ാം സ്ഥാനം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ മിക്ക വാർഡുകളും ഞങ്ങൾ ഇത്തവണ 1ാം സ്ഥാനത്ത് എത്തുമെന്നുള്ള ദൃഢനിശ്ചയമായിട്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കോർപ്പറേഷൻ ഭരണം പിടിക്കുക, അതല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തേക്ക് BJP എത്തുന്ന തരത്തിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ളൊരു നീക്കമാണ്, ഇലക്ഷൻ വർക്കാണ് ഇത്തവണ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത്. മുന്നണികൾ നേരിട്ട് മത്സരിക്കുന്ന കോഴിക്കോട് സ്വതന്ത്രർക്കും മറ്റു പാർട്ടികൾക്കും നിർണായക സ്വാധീനമില്ല. SDP, വെൽഫെയർ പാർട്ടി എന്നിവയുടെ സാന്നിധ്യവും പിന്തുണയും ചില ഡിവിഷനുകളിൽ ജയപരാജയങ്ങളെ നിർണയിച്ചേക്കാം. നഗരവികസനവും സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ മുന്നേറ്റവുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണായുധം. അഴിമതിയും വികസന മുരടിപ്പുമാണ് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രചാരണ വിഷയങ്ങൾ. CPMന് മൃഗീയ ഭൂരിപക്ഷമുള്ള നഗരസഭയിൽ ചെറിയ മാറ്റങ്ങളുണ്ടായാൽ പോലും വലിയ ചർച്ചയായി മാറും. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും UDF സഖ്യത്തിലാകും മത്സരിക്കുക എന്ന് ലീഗ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും നേർക്കുനേർ പോരാട്ടത്തിനൊരുങ്ങുകയാണ് പൊന്മുണ്ടം പഞ്ചായത്തിലെ ലീഗുകാരും കോൺഗ്രസുകാരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഈ പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്നതാണ് ചരിത്രമെന്നിരിക്കെ ഇത്തവണയും സാധ്യതകളൊന്നും മറിച്ചല്ല. ലീഗ് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങൾ സമവായത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധ്യതകൾ കുറവാണ്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ സമവാക്യമല്ല പൊന്മുണ്ടത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ലീഗും കോൺഗ്രസും എന്നും പരസ്പരം മത്സരിക്കുന്ന ചരിത്രമാണ് ഇവിടെ. കഴിഞ്ഞ 15 വർഷമായി മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആകെയുള്ള 16 സീറ്റിൽ 12 ലീഗും 4 കോൺഗ്രസും. ഇത്തവണ 2 വാർഡുകളാണ് അധികമായി കൂടിയത്. UDF സഖ്യമായി മത്സരിക്കണമെങ്കിൽ 9 സീറ്റുകളും 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനവുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഒരു 6 മാസം മുന്നേ, കാരണം ഒരു മുന്നണി വരികയാണെങ്കിൽ ഗ്രാസ് റൂട്ടിൽ അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. കാരണം ഇതുവരെ മുന്നണി ആവാത്തൊരു പഞ്ചായത്ത് എന്ന രൂപത്തിൽ. അപ്പോൾ അന്ന് നമ്മൾ ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചർച്ചയ്ക്ക് പോയിട്ട് അവർ പകുതി സീറ്റാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷെ 5 സീറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ലീഗിൻ്റെ പാർട്ടി തീരുമാനം അവർ പറഞ്ഞു. അപ്പോൾ ഒരുമിച്ച് പോകാൻ ആ സീറ്റിന് 5 സീറ്റിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു. ഇതിനോട് അനുകൂലമായല്ല ലീഗ് പ്രതികരിക്കുന്നത്. കോൺഗ്രസ് അവരുടെ ശക്തിക്കൊത്തു വേണം സീറ്റുകൾ ചോദിക്കാനെന്ന് ലീഗ് പറയുന്നു. അതെ 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 നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ 4 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. നമ്മൾ സീറ്റ് അവരുടെ സീറ്റിൻ്റെ നിലവാരം വില കുറച്ച് കാണിക്കരുത്. 4 സീറ്റാണ് കോൺഗ്രസിനുള്ളത്, 12 സീറ്റാണ് ലീഗിനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ലീഗ് ഏറ്റവും വലിയ കക്ഷി എന്ന രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് UDF ശക്തമാക്കേണ്ടത്. എന്താ പറയുക, കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി വരുന്നത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതും കൂടി കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി പോയാൽ മാത്രമാണ് എന്താ പറയുക ഇവിടെ നമ്മൾ ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ച് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതും കൂടി കോൺഗ്രസിന് പറഞ്ഞു വരേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു ആരോപണം കൂടി മുസ്ലിം ലീഗിനുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗം V അബ്ദുറഹ്മാനൊപ്പമാണ്. പരമ്പരാഗതമായി ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ് UDF സഖ്യത്തിന് തടസ്സമെന്നും അവർ പറയുന്നു. പൊന്മുണ്ടത്ത് UDF ഇല്ലാത്തത് കാരണം കോൺഗ്രസിലെ ചില ആളുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം V അബ്ദുറഹ്മാന്റെ സ്വാധീനം പൊന്മുണ്ടത്ത് കോൺഗ്രസിലുണ്ട്. ചില ആളുകൾ അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് UDF സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടി ചില ആളുകൾ കോൺഗ്രസിലുണ്ട്. എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല. ഒരു 80% ആളുകളും UDF മൈൻഡുള്ള ആളുകളാണ്. ചില 20% ആളുകൾ അത് വേണ്ട എന്ന രീതിയിലേക്ക് അബ്ദുറഹ്മാന്റെ സ്വാധീന പ്രകാരം നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പൊന്മുണ്ടത്ത് UDF വരാൻ ഒരു പ്രയാസമുണ്ട്. എന്നാൽ കോൺഗ്രസിൽ നിന്നല്ല മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയാണ് V അബ്ദുറഹ്മാൻ അനുകൂലമായി വോട്ട് ചോരുന്നതെന്നാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. V അബ്ദുറഹ്മാന്റെ സ്വാധീനം കോൺഗ്രസിനകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. V അബ്ദുറഹ്മാന്റെ സ്വാധീനം എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്ന് നമ്മൾ ചില രേഖകൾ നമ്മൾ തെളിയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലീഗിന് 12 സീറ്റ് കിട്ടി. അവർക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് ഈ പഞ്ചായത്തിൽ കോണി ചിഹ്നത്തിലാണ് മിക്കയിടത്തും മത്സരിച്ചത്. ആ വോട്ട് നിയമസഭയിൽ ലീഗിന് കിട്ടുമായിരുന്നെങ്കിൽ താനൂരെ MLA ഫിറോസ് ആകുമായിരുന്നു. അബ്ദുറഹ്മാനാണ് ആയത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ വോട്ടുകൾ ലീഗിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ലീഗ് വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. അബ്ദുറഹ്മാന്റെ സ്വാധീനം ആ പൊന്മുണ്ടത്തെ ലീഗിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. UDF ജില്ലാ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും CPMും BJPയും എല്ലാം നേർക്കുനേർ പോരാടുന്ന സാഹചര്യമാകും പൊന്മുണ്ടത്ത് ഉണ്ടാവുക. പൊന്മുണ്ടത്തെ ലീഗ് കോൺഗ്രസ് പോര് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ബാധിക്കുന്നത്. 2016 മുതൽ താനൂർ മണ്ഡലം ഇടതുപക്ഷം ജയിക്കുന്നത് UDFിലെ ഈ ഭിന്നത കൂടി മുതലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് UDFിന് മുമ്പിലെ ഒരു തലവേദനയാണ്. പൊന്മുണ്ടത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.
പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി ഹരിപ്രസാദിനെതിരെ ഭീഷണി പ്രസംഗവുമായി കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ഹരിപ്രസാദിനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. കാക്കിയിട്ട ക്രിമിനലാണ് ഹരിപ്രസാദ്. കാക്കിയിട്ട് ജോലിക്കിറങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് കാണിച്ചു തരാമെന്നും കെ പ്രവീൺകുമാർ. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC അധ്യക്ഷൻ. എന്നിട്ട് ഇവൻ DYSP എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവന് ഈസ് ദ ക്രിമിനൽ ഓഫീസർ ഇൻ ദ പോലീസ് ഫോഴ്സ്. ആ ക്രിമിനലിനെയാണ് ഞങ്ങളുടെ സമരം. കോഴിക്കോട്ടേക്ക് വന്നിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരട്ടെ. ഈ യൂത്ത് കോൺഗ്രസ് അവിടെ ഉണ്ടാവും. ഞാൻ അത്രേ പറയുള്ളൂ. കാക്കിയിട്ട് ലാത്തിയുമായി പുറത്തിറങ്ങി നീ നിയമപാലകനായാൽ എന്ത് ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ലോക കേരള സഭയും മലയാളം മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന മലയാളോത്സവത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലെത്തി. ഖത്തർ എയർപോർട്ടിൽ ഇന്ത്യൻ അംബാസിഡർ വിപുൽ, ലോക കേരള സഭാംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി, പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം EM സുധീർ, ഖത്തർ സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ, സെക്രട്ടറി ഷംസീർ അരിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. സമവായ ചർച്ചകളിലെ തീരുമാനങ്ങളെ ചൊല്ലിയും സമസ്തയിൽ തർക്കം. 100ാം വാർഷിക സമ്മേളനം ഏകോപിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയെ ചൊല്ലിയാണ് പുതിയ വിവാദം. സമ്മേളനത്തിന് വേണ്ടി നേരത്തെ രൂപീകരിച്ച സബ് കമ്മിറ്റികൾ പുതിയ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിലല്ലെന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശം തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുതുവായ തങ്ങളും രംഗത്തെത്തി. സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ ഹമീദ് ഫൈസിയാണെന്നായിരുന്നു MC മൈൻ ഹാജിയുടെ ആരോപണം. ഞങ്ങളാരും ഇല്ലായിരുന്നു, അത് നമ്മളാൾക്കാരും ഇല്ലായിരുന്നു. അത് രണ്ട് കൂട്ടരും സമാന വിഷയത്തിലായിരുന്നു. ഈ തീവ്രമായി രണ്ട് പക്ഷത്തിനും ആരെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് അതും കാണിച്ചു കൊടുത്തു. അത് വിശദമായ ഒരു പരിശോധിച്ച ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരാതി പറയാനില്ലാത്തതുകൊണ്ട് അവർക്ക് സമ്മേളനത്തിൽ ഇതുവരെ വരാത്തതുകൊണ്ട് ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി എന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്ന മോണിറ്റർ മാഷ് മാത്രം അതിന് സഹായിയായിട്ട് 1-2 ആൾ വെക്കുക എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു. അത് വികസിച്ചാണ് അത് 7 ആളായി. അപ്പോൾ അവർ 2-3 ആൾ വെക്കുമ്പോൾ നമ്മൾ 2-3 ആൾ വെക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ 3-3-6-1 7 അപ്പോൾ അതിലൊരു മൈനാജി എന്നൊരു ചെയർമാൻ ഉണ്ടായിട്ട് മോണിറ്റർ കോർഡിനേറ്റർ ആണല്ലോ എന്ന് പറഞ്ഞു മോണിറ്റർ മാഷ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കിയെന്നല്ലാതെ ഈ സമിതി എല്ലാറ്റിൻ്റെയും മീതെയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല. ഈ കള്ള വാർത്തകൾ ചാനലുകൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഉദ്ദേശശുദ്ധിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മഞ്ചേരിയിൽ ബഹുമാന്യരായ നേതാക്കൾ യോഗം ചേർന്ന് പരിഹാരമുണ്ടാക്കിയതാണ്. ഏതാണ്ട് പരിഹാരം ഉണ്ടാക്കിയത് എല്ലാ കാര്യത്തിലും. സംസ്ഥയുടെ മഹാസമ്മേളനം വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ധാരണയായി. അതിൻ്റെ സ്വസംഘം ഉണ്ടാക്കിയതിലുള്ള പോരായ്മകളെ സംബന്ധിച്ചും പരിഹാരത്തിനുള്ള ധാരണയായി. എല്ലാ നിലയിലും ഒരു നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കേരളത്തിലെ സംസ്ഥയുടെ അനുയായികളിൽ വലിയ സന്തോഷം ഉളവാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി ഇന്ന് ഒരാൾ ഒരു പ്രസ്താവന ഇറക്കി. അതെല്ലാം ഈ ഇത്തരം സംഗതികൾ സമവായത്തിലെത്തി എന്ന കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കാം. സംസ്ഥയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത്. സംസ്ഥയിൽ പ്രശ്നങ്ങൾ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വിഷയങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നേതാക്കൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വോയിസ് വന്നത്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. CV അനുമോദ് ചേർന്നു. അനുമോദ്, സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇരുതർക്കവും ഒരുമിച്ചിരുന്ന് യോഗം നടത്തി. അതിന് ഉപസമിതി തീരുമാനിച്ചിട്ടും വിഷയങ്ങൾ തീരുന്നില്ല. വീണ്ടും തർക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്ന് ആണോ മനസ്സിലാക്കേണ്ടത്? അപർണ, അനുരഞ്ജനത്തിന് വേണ്ടി രൂപീകരിച്ച സമിതിയാണ് 7-അംഗ കോർഡിനേഷൻ സമിതിയെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സമസ്തയുടെ 100ാം വാർഷികാഘോഷങ്ങൾ വിജയിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുവാനും വേണ്ടി രൂപീകരിച്ചത്. ആ 7-അംഗ സമിതിയെ തള്ളിക്കൊണ്ടാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ ഈ ഒരു 7-അംഗ സമിതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, സബ് കമ്മിറ്റിക്കാണ് ഇത് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം തുടങ്ങിയ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശമുള്ളത്.
ഇത് നേരത്തെ തന്നെ ജിഫ്രി തങ്ങളും സാദിഖ് ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കുന്നവർ രൂപീകരിച്ചതാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഈ ഒരു 7-അംഗ കമ്മിറ്റി. ആ കമ്മിറ്റിയെ തള്ളിക്കൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്ത് വന്നതോടെ അതിനെതിരെ സമസ്തയുടെ ഈ ഒരു 7-അംഗ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളവർ തന്നെ രംഗത്ത് വരികയും ഹമീദ് ഫൈസിയുടെ വാക്കുകളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് ജിഫ്രി തങ്ങളും കോഴിക്കോട് നിന്നും വാർത്താ കുറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രൂപീകരിച്ച നടപടികൾ അത് തുടക്കത്തിൽ തന്നെ പാളുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഹമീദ് ഫൈസി അമ്പലക്കടവിനെ സ്വാഭാവികമായിട്ടും പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം സമസ്തയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശബ്ദമായിട്ട് തന്നെയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഈ സന്ദേശത്തെ കാണുന്നത്. എന്നാൽ ഇതിനെ ജിഫ്രി തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്, അവരെ അത്തരത്തിൽ ആ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. മറ്റ് വിഷയങ്ങളിലും കൂട്ടായ ആലോചനകളും ചർച്ചകളും നടത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിലുള്ളത്. എന്താണെങ്കിലും ഈ ഒരു സമസ്തയിലെ പ്രശ്നപരിഹാരം അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല എന്ന സൂചനകൾ തന്നെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പുറത്തു വരുന്നത്. അപർണ. വിവരങ്ങൾ 5 വർഷത്തിനു ശേഷം നടന്ന CSI ദക്ഷിണ കേരള മഹാ ഇടവക ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ടി പ്രവീണിന്റെ പാനലിന് ജയം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ശക്തി എന്താണെന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളം അറിയുമെന്ന് ടി പ്രവീൺ പ്രതികരിച്ചു. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കോടതി പരിഗണനയിലിരുന്ന കേസുകളും കാരണം 2021-ലും 2024-ലും CSI ദക്ഷിണ കേരള മഹാ ഇടവകയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നിയമ പോരാട്ടത്തിലൂടെ ഡോക്ടർ ടി പ്രവീൺ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി. അതിനിടെ വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധനയടക്കം കോടതി നിരീക്ഷണത്തിൽ പൂർത്തിയാക്കിയ ശേഷം വൻ പോലീസ് സുരക്ഷയിലാണ് പാളയം LMS കോമ്പൗണ്ടിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ടി പ്രവീൺ സെക്രട്ടറിയായും റവറന്റ് ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ വൈസ് ചെയർമാനായും റവറന്റ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സുതാര്യമായ നടപടികളിലൂടെയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതെന്ന് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ മോഡറേറ്റർ ചുമതലയിലുള്ള ബിഷപ്പ് തിമോത്തി രവീന്ദ്രൻ പ്രതികരിച്ചു. The vice chairman, Reverend Dr. Princeton Ben, the secretary, Dr. T. Praveen, and the treasurer, Reverend Dr. Crystal Jairaj, as they take up this new assignment and the high calling of taking care of the diocese, the institutions, and to continue charity as they are doing until now. തെക്കൻ കേരളത്തിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ CSI സഭയ്ക്ക് കഴിയുമെന്നും കാരക്കോണം മെഡിക്കൽ കോളേജിൽ സഭാമക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതിനായിരിക്കും ആദ്യ പോരാട്ടമെന്നും ഡോക്ടർ ടി പ്രവീൺ. നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട്, നമ്മുടെ കാണിക്ക പൈസ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു മെഡിക്കൽ കോളേജ്, അവിടെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കണം. ആദ്യം എടുത്ത എഗ്രിമെന്റ് നടപ്പിലാകണം. 2018 വിവേകമില്ലാത്ത ഒരു കമ്മിറ്റി ഇരുന്ന് അതിനെതിരെ കേസ് ചലഞ്ച് ചെയ്തില്ല. അതാണ് പറ്റിപ്പോയത്. ഇന്ന് വേറെ പലരുടെയും അവകാശമായിപ്പോയത്. പക്ഷെ ഇതിനി നമ്മുടെ അവകാശം തിരിച്ചു തരണം. അത് മാത്രമേ നമ്മുടെ പ്രയറുള്ളൂ. അതിന് മീഡിയ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. പാളയം LMS കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം തുടക്കത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. മോഹൻലാൽ കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയത്. മക്കൾ സിനിമയിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്തത്. സുജി മാം സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് പ്രണവ് is going to do the first clap for the തുടക്ക മൂവി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം ഞങ്ങളിതാ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോൾ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യ ക്ലാപ്പ് അടിച്ചു. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ്, ജോഷി, M. രഞ്ജിത്ത്, തരുൺമൂർത്തി തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞു. ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ എന്നാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആക്സിഡൻ്റായിട്ടാണ്. മയക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു.
അപ്പം അഭിനയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്, അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പം അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അഭിമാന നിമിഷമെന്ന സുചിത്ര മോഹൻലാൽ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വെക്കുമെന്ന്. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. മോഹൻലാൽ ആരാധകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ചൊരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയിലൂടെ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും പ്രധാന കഥാപാത്രത്തിലെത്തുന്നുണ്ട്. ചിത്രം മെയ് 1 തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കൊച്ചി. ഛഠ് പൂജയെ കോൺഗ്രസും RJDയും അപമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടകമെന്ന് വിശേഷിപ്പിച്ചതിലൂടെ ബീഹാറിന്റെ സംസ്കാരത്തെയാണ് രാഹുൽ ഗാന്ധി അപമാനിച്ചത്. ബീഹാർ ജനത ഇത്തരമൊരു അപമാനം സഹിക്കില്ലെന്നും മുസഫർപൂരിലെ റാലിയിൽ മോദി വിമർശിച്ചു. ഛഠ് പൂജയ്ക്കായി മോദിക്ക് കുളിക്കാൻ കൃത്രിമ യമുന ഉണ്ടാക്കിയെന്നും യമുനയ്ക്കായി പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ലെന്നും ഇന്നലെ മുസഫർപൂരിലെ റാലിയിൽ രാഹുൽ വിമർശിച്ചതാണ് പ്രധാനമന്ത്രി ആയുധമാക്കുന്നത്. आप मुझे बताइए, क्या कोई कभी चुनाव में वोट पाने के लिए छठी मैया का अपमान कर सकता है क्या? क्या ऐसा अपमान बिहार सहन करेगा क्या? क्या ऐसा अपमान हिंदुस्तान सहन करेगा क्या? क्या मेरी माताएं जो निर्जला उपवास करती है, क्या वो सहन करेगी क्या? आरजेडी कांग्रेस के लिए कैसी बेशर्मी से बोल रहे हैं। उनके लिए तो छठी मैया की पूजा एक ड्रामा है, नौटंकी है। आप उनकी बातों से सहमत है क्या? ऐसे लोगों को सजा दोगे कि नहीं दोगे? പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്.